ഒരിക്കൽ അഹല്യ നദിയിൽ നിന്ന് വെള്ളമെടുത്തു പോകുന്ന വേളയിൽ ആ സൗന്ദര്യധാമത്തെ കണ്ട് ദേവേന്ദ്രൻ പിന്തുടർന്നെത്തിയത് ഗൗതമ മുനിയുടെ ആശ്രമത്തിലാണ്. അതിശുഷ്ക ശരീരനായ ഈ മുനിയാണോ ഇവളുടെ ഭർത്താവ് എന്ന് ദേവേന്ദ്രൻ അത്ഭുതപ്പെട്ടു. ഒപ്പം അഹല്യയെ എങ്ങനെയും പ്രാപിക്കണമെന്ന മോഹവും ശക്തിപ്പെട്ടു. അതിനൊരു സൂത്രവും അദ്ദേഹം കണ്ടെത്തി. പാതിരാ നേരത്ത് ആശ്രമവിളപ്പിൽ ഒരു പൂങ്കോഴി കൂകി. അത് കേട്ടതോടെ മുനി ഉണർന്നു. ബ്രാഹ്മമുഹൂർത്തമായാൽ ഗംഗാനദിയിലെത്തി കുളിച്ചു വരണം. ഹോമ ധ്യാനാദികൾ തുടങ്ങണം എന്നതാണ് പതിവ്. നദിയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മുന്നോടിയായി നദിയെ തൊട്ട് വന്ദിച്ച ഗൗതമൻ ഒരു ഞെട്ടലോടെ കൈ പിൻവലിച്ചു. ഗംഗ ഉണർന്നിട്ടില്ല. ഒരു നിമിഷം അദ്ദേഹം കണ്ണടച്ചു നോക്കി. പ്രകൃതി മുഴുവൻ ഉറക്കത്തിലാണ്. തനിക്ക് തെറ്റുപറ്റിയോ? താൻ ചതിക്കപ്പെട്ടുവോ? ഗൗതമൻ തിരികെ ആശ്രമത്തിലേക്ക് വേഗത്തിൽ നടന്നു. മുറ്റത്തെത്തിയപ്പോൾ അകത്തുനിന്ന് തന്നെപ്പോലുള്ള ഒരാൾ ഇറങ്ങി വരുന്നത് കണ്ട് അദ്ദേഹം അമ്പരന്നു. നീ ആരാണ്? സത്യം പറയൂ, ഗൗതമൻ അലറി. കള്ളം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ബോധ്യമായ ദേവേന്ദ്രൻ സ്വന്തം രൂപം വെളിപ്പെടുത്തി. കോപിഷ്ഠനായ മുനി ദേവേന്ദ്രനെ ശപിച്ചു. ബഹളം കേട്ടുവന്ന അഹല്യയും മുനിയുടെ കാൽക്കൽ വീണ മാപ്പിരുന്നു. അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റല്ലല്ലോ, പക്ഷേ അവളെയും അദ്ദേഹം ശപിക്കുകയാണുണ്ടായത്. നീ ഇവിടെ ഒരു ശിലയായി തീരട്ടെ. മഞ്ഞും മഴയും വെയിലുമേറ്റ് ദീർഘകാലം അങ്ങനെ കഴിയുമ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അനുജനോടൊത്ത് ഈ വഴി വരും. അന്ന് രാമപാദ സ്പർശമേറ്റ് നീ ശാപമുക്തിയാകുന്നതാണ്. ഭർത്താവ് പറഞ്ഞ ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചും രാമമന്ത്രം ഉരുക്കഴിച്ചുകൊണ്ടും അഹല്യ മുനിപാദങ്ങളിൽ നമസ്കരിച്ചു. ഉടൻ അഹല്യ ഒരു ശിലയായി മാറി. ആ നിലയിൽ വർഷങ്ങൾ നീണ്ട തപസ്സായി. വിശ്വാമിത്ര മഹർഷി തൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി ശ്രീരാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ അവരുമായി മിഥിലയിലേക്ക് നടന്നു. അപ്പോൾ വഴിവക്കിൽ ആരുടെയും കൗതുകമുണർത്തി നിൽക്കുന്ന ഒരു ശിലയുടെ മുന്നിൽ നിന്നുകൊണ്ട് മഹർഷി ആ കഥ വിവരിച്ചു. ശ്രീരാമൻ തൻ്റെ വലതുപാദത്താൽ ശിലയെ ഒന്ന് തൊട്ടതേയുള്ളൂ. അതൊരു സുന്ദരിയായി ഉണർന്നു. തപസ്വിയായ അഹല്യ അവൾ ശ്രീരാമനെ ഭക്തിപൂർവ്വം സ്തുതിച്ചു. രാമായണത്തിലെ മനോഹരമായൊരു ഭാഗമാണിത്.